മലയാള സിനിമയിൽ വലിയ മാർക്കറ്റുള്ള യുവനടന്മാരിൽ രണ്ടുപേരാണ് പൃഥ്വിരാജും ദുൽഖർ സൽമാനും. മലയാള സിനിമയ്ക്കൊപ്പം തന്നെ ഇരുവർക്കും പാൻ ഇന്ത്യൻ തലത്തിലൊരു റീച്ചും ശ്രദ്ധേയമാണ്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും നായകനായി ദുൽഖർ തിളങ്ങിയപ്പോൾ പ്രവാസിനൊപ്പം സലാറിലും വരാനിരിക്കുന്ന രാജമൗലി ചിത്രം വാരണാസിലും പ്രധാന വേഷത്തിലെത്താതെയാണ് പൃഥ്വി കരുത്ത് തെളിയിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ പൃഥ്വിയുടേതായി ഒട്ടനവധി പ്രോജക്റ്റുകൾ വന്നപ്പോഴും 2023 പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ഈ ക്ഷീണമെല്ലാം തീർക്കാനാണ് ആഗസ്റ്റ് 20-ന് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അയാൻ ഗെയിമുമായി ദുൽഖർ എത്തുന്നത്. ചിത്രത്തിന് ക്ലാഷുമായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഹൈ വോൾട്ട് ആക്ഷൻ ചിത്രം ഖലീഫയുമായി പൃഥ്വിയും എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തു വന്നതോടെ ആവേശത്തിലാണ് സിനിമാ ആരാധകർ. ഇതാദ്യമായിട്ടല്ല ഇരു താരങ്ങളുടെയും ചിത്രങ്ങൾ തമ്മിൽ ക്ലാഷിനെത്തുന്നത്. 2013-ലും 2020-ലും ദുൽഖറും പൃഥ്വിരാജും നായകന്മാരായി അഭിനയിച്ച ചിത്രങ്ങൾ പരസ്പരം കൊമ്പുകോർത്തിരുന്നു. 2013-ൽ പൃഥ്വിരാജ് അഭിനയിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മെമ്മറീസ് തിയേറ്ററിലെത്തിയതിന് ഒരു ദിവസം മുമ്പായിരുന്നു ദുൽഖർ സൽമാനും സണ്ണി വെയ്നും പ്രധാന വേഷത്തിലെത്തിയ നീലാകാശം പച്ചക്കടന്ന ചുവന്ന ഭൂമി തിയേറ്ററിലെത്തിയത്. ഇരു ചിത്രങ്ങളും മലയാളത്തിലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളിൽ ലിസ്റ്റിൽ ഇടം നേടിയത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് മൂവീസായി മാറുകയും ചെയ്തിരുന്നു. ഇരുവരും രണ്ടാമത് 2020-ലാണ് കൊമ്പുകോർത്തപ്പോഴും നല്ല ചിത്രങ്ങളാണ് പ്രേക്ഷകർ സംവിധാനിച്ചത്. സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും ബിജു മേനോനും പൃഥ്വിരാജും തങ്ങളുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ഡെലിവർ ചെയ്തപ്പോൾ അതേ ദിവസം ദുൽഖറും കല്യാണി പ്രദർശനും പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറായിരുന്ന വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് ലഭിച്ചത്. ഇരു ചിത്രങ്ങളും മികച്ച കളക്ഷനായിരുന്നു തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ആദ്യ രണ്ട് തവണത്തേക്കാൾ വ്യത്യസ്തമായി മൂന്നാം തവണയും ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ രണ്ട് മാസ് ആക്ഷൻ ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് ക്ലാഷിനെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 100 കോടിയിൽ കുറഞ്ഞതൊന്നും ഇരുവരും പ്രതീക്ഷിക്കുന്നില്ലെന്നിരിക്കെ ഖലീഫയുടെ റിലീസ് റേറ്റിംഗിനായി കാത്തിരിപ്പിലാണ് ആരാധകർ. പൃഥ്വിക്കൊപ്പം മോഹൻലാലും അതിഥി വേഷത്തിലെത്തുന്നതോടെ ഖലീഫയ്ക്ക് മുൻതൂക്കമെന്നാണ് സംശയമില്ല.